അപ്പോൾ നമ്മൾ പി സിക്ക് ഹീറ്റ് സിങ്കായിട്ട് ഈ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മളിൽ ഇങ്ങനത്തെ പറഞ്ഞ ഇരിപ്പുണ്ടായിരുന്നേ. സ്റ്റോക്ക് കൂളറിനേക്കാൾ എഫക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മാറി DDR3 റാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 8 GB 4 GB ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം 1500 രൂപയ്ക്ക് 8 GB കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിച്ചിടാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഇതാണുള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സ്ലോട്ട് നോക്കിയതിന് ശേഷം ആ ലോക്ക് അയച്ചതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോ വെച്ചേക്കും. അപ്പോൾ നമ്മൾ ആ റാം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കുക, രണ്ട് വശത്തും ഉള്ളിൽ കയറിയിരിക്കുന്നില്ല എന്ന് നോക്കിയിട്ട് മാത്രം പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഇത് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ലോട്ടിലേക്ക് അതേപോലെ തന്നെ നമ്മൾ റാം വെച്ച് കൊടുക്കാം. റാം ഒരുപാട് നാൾ കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ കോണ്ടാക്റ്റ് വരുന്ന വശം റബ്ബർ വെച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ 2 റാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റാം ഇടുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇവിടെയാണ് നമുക്ക് NVMe സ്ലോട്ട് ഇടുന്നത്. അത് ചേഞ്ച് ചെയ്യാനുള്ള ജമ്പറുകൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് NVMe സ്ലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കാണുന്നത് PCH ആണ്. കൂടാതെ ഇതിനകത്ത് 3 നീല കളറിൽ കാണുന്ന സാറ്റാ പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റൊരു സ്കൈ ബ്ലൂ കളറിൽ കാണുന്ന അത് 3 Gbps സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ USB 2 3 ഇല്ല കേട്ടോ ഇതിനകത്ത്, USB 2 ആണ് ഇതിനകത്തുള്ളത്, ബാക്കിൽ വരുന്നത്. അപ്പോൾ PC-യിലേക്ക് വരുന്ന കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ കണക്ഷൻസ് വരുന്നത് HDMI, VGA, 4 USB പോർട്ട്, അതുപോലെ തന്നെ ഇഥർനെറ്റിൻ്റെ ജാക്ക്, പിന്നെ നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ട് ഇൻപുട്ടൊക്കെ അതിൻ്റെ ഒരു സോക്കറ്റും കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് കണക്ഷൻസ് വരുന്നത്. നമ്മളപ്പോൾ ഒരു ചെറിയ എപ്പിസോഡായിട്ട് ഇടുന്ന എല്ലാവർക്കും എളുപ്പത്തിന് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്കി എപ്പിസോഡിൽ വീണ്ടും കാണാം.